ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിഷിംഗ് ക്രൈസ് ഓഫ് വില്ലേജിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നത്. കാരണം വെച്ചാൽ ലൈഫിൽ ഫസ്റ്റ് ടൈം നമ്മൾ വള്ളത്തിൽ ഫിഷിങ്ങിന് പോവുകയാണ്. ഇതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വൈബ് തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്കത് അനുഭവിച്ചാൽ അതിൻ്റെ ഫീൽ മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോൾ വള്ളം കെട്ടിയിട്ടെടുത്തുനിന്ന് തുരുത്തിലോട്ടാണ് കയറാൻ പോകുന്നത്. നിങ്ങൾ ഇപ്പോൾ പോകുന്ന ഒരു അറ്റ്മോസ്ഫിയർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ പറയുന്നതിനുള്ള ആവേശം എന്നുള്ളത്. സംഭവം ഈ വള്ളത്തിൽ പോയി ഫിഷിംഗ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമ്മളൊന്ന് കണ്ടു നോക്കും. നമ്മളിപ്പോൾ പോകുന്നത് ഇതിൻ്റെ അകത്തുനിന്ന് തുരുത്തിലോട്ടാണ് കയറാൻ പോകുന്നത്. നോക്കി നോക്കുക, നമ്മൾ ഇതിൻ്റെ ഈ ചില്ലയുടെ ഇടയിൽ കൂടെയൊക്കെ തുഴഞ്ഞ് പോയി ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വൈബ് തന്നെയാണ്. നമ്മൾ അതിൻ്റെ വെളിയിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ തെങ്ങ് കാണുന്നതാണ് തുരുത്ത്. ഇനി അവിടം വരെ തുഴഞ്ഞെത്തണം. ഏകദേശം ഒരു 10-20 മിനിറ്റോളം തുഴഞ്ഞാൽ മാത്രമാണ് നമുക്ക് അവിടെ എത്താൻ പറ്റുന്നത്. നമ്മൾ വീഡിയോ അധികം ലാഗ് ആക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം തുഴയാൻ തന്നെ എടുത്തിട്ടുണ്ട് ആ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹരിചേട്ടനാണ്. പുള്ളി നമ്മുടെ എല്ലാ കാര്യത്തിനും നമ്മളെ കട്ട സപ്പോർട്ടാണ്. ചാനലിനായാലും ഫിഷിങ്ങിനായാലും വീഡിയോ എടുക്കാനായാലും എല്ലാത്തിനും ഫുൾ സപ്പോർട്ടാണ്. ഇതാണ് നമ്മുടെ ആ ചേട്ടൻ. അപ്പോൾ നമ്മളിതാ തുരുത്തിലോട്ട് കയറാനായിട്ടുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു 10-20 മിനിറ്റ് ഏകദേശം തുഴഞ്ഞെത്തിയാൽ മാത്രമേ നമുക്ക് അങ്ങ് എത്താൻ പറ്റൂ. അപ്പോൾ നമ്മൾ ചൂണ്ട കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നമ്മളങ്ങനെ എല്ലാം റെഡിയാക്കിക്കൊണ്ട് പോവുകയാണ്. അതാണ് ഫസ്റ്റ് കാണുന്ന തുരുത്ത്. നമ്മൾ അവിടെ കയറാന്ന് വെച്ചപ്പോഴത്തേക്ക് അവിടെ ഈ വെള്ളത്തിൻ്റെ ഒരു പെരുക്കം, അതായത് ഏറ്റവും ഉള്ളതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ അതായിരിക്കുന്ന ഒരു ആശാൻ കൊക്ക്. അങ്ങനെ അതിന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് അതിനും ഇരിക്കട്ടെ നമ്മുടെ ചാനലിലൊരു വീഡിയോ എന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തു. ഇത്രയും ലോങ് ആണ് ഇരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ചെറിയ ഫോണിൽ എടുക്കുന്നതുകൊണ്ട് ഇത്രയും സൂം ചെയ്തെടുത്തപ്പോൾ ഇത്ര ക്ലാരിറ്റി കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തുരുത്തിലെത്തി എറി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. വെള്ളം പെരുക്കമാണെങ്കിൽ ഹരിച്ചേട്ടൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ മീനടി ചെറിയൊരു കുറവായിരിക്കും, ഇത്തിരി പാടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും വന്നു. ഇനി 2 വീഡിയോ എടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നുള്ള രീതിക്ക് നമ്മൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ മച്ചാന്മാരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് എല്ലാം ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാര്യം വരുന്നതുകൊണ്ടല്ല, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വിജയം. നമ്മൾ ഈ ചാനൽ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് നെഗറ്റീവ്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ നെഗറ്റീവ്സിൽ 1-2 നമുക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റി. ആ ഒരു വിജയമാണ് നമുക്കുള്ളത്. അടുത്ത സ്പോട്ടിലോട്ട് കാസ്റ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഏകദേശം 2-3 കിലോ ഉള്ള ചേറാനാണ് കിടക്കുന്നത്. പക്ഷേ വെള്ളം പെരുക്കായ സമയത്ത് ഇവർ തീറ്റ എടുക്കാറില്ല, ഇവർ അത്ര അഗ്രസീവ് അല്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അത് കറക്റ്റ് സത്യമാണ്. നമ്മൾ വീഡിയോ ലാസ്റ്റ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും. നമ്മളങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എറിഞ്ഞ് കാസ്റ്റ് ചെയ്ത ഒരു സമയത്ത് തന്നെ ഫസ്റ്റ് എടുത്ത ഒരു അടി പൊട്ടി. നമ്മുടെ ഉദ്ഘാടനമാണ് ഈ തുരുത്തിലെ ആദ്യത്തെ മീൻപിടുത്തമാണ്. അങ്ങനെ നമ്മൾ എറിഞ്ഞ് കിട്ടേണ്ട താമസം വരുന്നു. അവൻ കയറി സ്ട്രൈക്ക് ചെയ്തു. നമുക്ക് അത്യാവശ്യം സൈസുള്ളൊരു നാടൻ വരാലിനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ എവിടെ പോയാലും നാടൻ വരാൽ നമ്മുടെ കൂട്ടുകാരായെന്ന് പറഞ്ഞ കണക്കാണ്. ആശാന്താ പൊക്കിയെടുത്ത് അവൻ പെടച്ചിൽ. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായാലും കിട്ടിയതിൽ തന്നെ സന്തോഷം. കിട്ടുന്നത് എന്തായാലും കുഴപ്പമില്ല, അത് വലിയൊരു സന്തോഷമാണ്. നമ്മളങ്ങനെ അതിനെ എടുത്ത് നേരെ ഫ്രോഗ് ഊരി എടുത്ത് വള്ളത്തിലോട്ട് ഇടാൻ നോക്കുകയാണ്. സംഭവം നമ്മൾ ആ ഗ്രിപ്പർ എടുക്കാൻ മറന്നുപോയി. ഗ്രിപ്പറും പ്ലെയറും എടുക്കാൻ മറന്നുപോയി. നമ്മൾ ഈ പോകുന്നൊരു സന്തോഷത്തിലും അതിൻ്റെ വെപ്രാളത്തിലും എടുക്കാൻ മറന്നാണ് നമ്മുടെ വണ്ടിയിലായിപ്പോയി സാധനം. എന്നാലും കുഴപ്പമില്ല, കൈകൊണ്ട് ഊരി നമ്മൾ അതിനെ വള്ളത്തിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് ഇട്ടിച്ച് നമ്മൾ അടുത്ത ഏരിയയിലോട്ട് കാസ്റ്റിങ്ങിന് പോകണം. കാരണം ഇപ്പോൾ സമയം ഒരുപാട് താമസിച്ചു. നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി വന്നപ്പോഴാണ് ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു അവസരം ഉണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആയിപ്പോയി. അതിനെ വള്ളത്തിലിടിച്ച് അടുത്ത ഏരിയയിലോട്ട് കാസ്റ്റ് ചെയ്യാൻ പോയപ്പോഴത്തന്നെ അവിടെ മീനിൻ്റെ ആക്ടിവിറ്റീസ് കണ്ട്. പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നാടൻ വരാലിൻ്റെ ചാകരയായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ വെള്ളം നല്ല പെരുക്കമാണ്. അത് ആ ചേട്ടൻ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. നമ്മൾ മീനിൻ്റെ ആക്ടിവിറ്റി കണ്ട സ്ഥലത്തേക്ക് തന്നെ കാസ്റ്റ് ചെയ്തിട്ട് ആ ചില്ലകളുടെ ഇടയിലൂടെ പയ്യെ ഷെയ്ക്ക് ചെയ്ത് വലിക്കുകയാണ്. വലിച്ച് നൈസാണ് കൊണ്ടുവരണം, എങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ അടിക്കാൻ പറ്റുള്ളൂ. കാരണം ഇതൊരു തരം ഒരു കുരുക്കുപായലാണ്. ഇതിൻ്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനും പാടാണ്. അത് മാത്രമല്ല അക്കേഷ്യ മരം നിൽക്കുന്നതുകൊണ്ട് തന്നെ മീൻ അടിച്ചു കഴിഞ്ഞാൽ അക്കേഷ്യ മരത്തിൻ്റെ ഇടയ്ക്കോട്ട് പിടിച്ച് കയറി പോകാനും ചാൻസ് കൂടുതലാണ്. പയ്യെ കൊണ്ടുവന്ന് കാസ്റ്റ് ചെയ്ത് ആ സൈഡിനിട്ട് കളിപ്പിച്ച് കൊണ്ടുവന്ന് അടുത്തെത്താറായപ്പോഴത്തേക്കാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചത്. ആ ആക്ടിവിറ്റി എത്തിയ സ്ഥലം എത്തിയായിരുന്നു. ഒറ്റ കപ്പ്. ഇവിടെ തൊട്ടടുത്താണ് അടിച്ചേക്കുന്നത്. കണ്ടാൽ മനസ്സിലാവും. എന്നാണ് അത് പില്ലി കൊണ്ട് കയറി കുരുക്കി. ഞാൻ പറഞ്ഞ പായൽ ഇതാണ്. ആ പായലൊന്ന് കുടഞ്ഞപ്പോഴത്തേക്ക് അത് ഇളകി പോയിട്ടുണ്ട്. അടുത്തതും കയറിയിരിക്കുന്നതും ഒരു നാടൻ വരാലി തന്നെയാണ്. ഇന്ന് നമുക്ക് എന്തായാലും നമ്മുടെ ദിവസം തന്നെയാണ്. നമുക്കിന്ന് ചാകര തന്നെയാണ്. ചെറുത് കിട്ടിയാലും വലുത് കിട്ടിയാലും നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ വന്ന് നമുക്കൊരു വീഡിയോ എടുക്കണം. നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളത്തിൽ കയറിയത് തന്നെയാണ്. നമുക്കിവിടെ ഒന്നും കയറാനുള്ള ഒരു ചാൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. അതൊരു ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്. അത് പോയിട്ടുള്ളവർക്ക് അതിൻ്റെ ഫീൽ മനസ്സിലാവും. എന്തായാലും നമ്മൾ അവനെ എടുത്ത് വള്ളത്തിലോട്ട് ഇടിച്ച് അടുത്ത ആളിനെ പിടിക്കാനുള്ള തത്രപ്പാടായി. കാരണം വെച്ചാൽ നേരം നല്ല രീതിക്ക് ഇരുട്ടി തുടങ്ങി. മണി 5:30 എന്തായാലും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് ഇരുട്ട് വീഴുന്നത് കൊണ്ട് തന്നെ പാടാണ്. അപ്പോൾ ചേട്ടനും വള്ളം ഒതുക്കിയിട്ട് ഹരിച്ചേട്ടനും വള്ളം ഒതുക്കിയിട്ട് കാസ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഹരിച്ചേട്ടനും 2 സ്ട്രൈക്ക് കിട്ടി. നല്ലൊരു ചേറാനായിരുന്നു. പക്ഷേ നമുക്ക് എടുത്തപ്പോഴത്തേക്ക് ഹരിച്ചേട്ടൻ മിസ്സായിപ്പോയി. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിലെത്തി ഇതിൻ്റെ സൈഡ് വാരം എറിഞ്ഞ് പിടിച്ച് കൊണ്ടുവന്നപ്പോഴത്തേന് നമുക്കിതാ നല്ലൊരു അടി പൊട്ടി. അടിക്കുന്ന അടിയെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എങ്ങനെയായാലും 2-3 കിലോ ഉള്ള ചേറാനായിരിക്കും അടിച്ചതെന്ന്. നമ്മുടെ പ്രതീക്ഷ അതാണ്. പക്ഷേ
അതിന് വിപരീതമായിട്ടാണ് സംഭവിച്ചത്. നമ്മൾ കണ്ടു, മീനിനെ കണ്ടു, അടിച്ച് ആ കിടക്കുന്ന ചാഞ്ഞ് കിടക്കുന്ന കൊമ്പിലേക്ക് കൊണ്ടുപോയി കുരുക്കി. അങ്ങനെ വള്ളം ഇനി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വേണം അതിനെ എടുക്കാൻ. കിട്ടിയത് ഒരു നാടൻ വരാലാണ്. കാരണം വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മളങ്ങനെ അവനെ എടുത്ത് കൊണ്ടുവന്ന് നൈസാ ഞാൻ തൂക്കി എടുത്തുകൊണ്ടൊന്ന് കുടഞ്ഞെടുത്തു. ആ കമ്പിൻ്റെ ഇടയിൽ നിന്ന് പോയി. ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന ആള്. എന്തായാലും സന്തോഷമേ ഉള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ വന്നിട്ട് നമുക്ക് ഇനി ഒന്നും കിട്ടിയില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. പക്ഷേ ഞാൻ വരും. ഞാനിവിടെ വന്ന് ഇനി ചേർന്ന് എടുത്തിട്ടേ ഞാൻ ഇനി എന്തായാലും ഒരു വിശ്രമമുള്ളൂ. നമ്മളെ ഡ്യൂട്ടി ടൈമും കൂടെ നോക്കി എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഒരു സമയം കൂടെ നോക്കി, ഹരിച്ചേട്ടൻ്റെ സമയം കൂടെ നോക്കിയിട്ട് നമ്മൾ വരും. വന്നതിൻ്റെ അന്ന് നമ്മൾ ഇവിടെ നിന്ന് ഒരു ചേരാനെങ്കിലും എടുത്തിരിക്കും. ഏകദേശം നമ്മൾ നേരെ നല്ല രീതിക്ക് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. മച്ചാമാരെ, നമ്മൾ വള്ളവും കൊണ്ടുപോയപ്പോഴത്തേക്ക് കയറിയ സാധനമാണ്. ഇതെന്തിനാണ് നമ്മ ഇത്? എന്തൊരു മീനാണ്? ശരിക്കും ചാവറ്റ എന്നാണ് ഇതിനെ പറഞ്ഞതെന്ന്. എന്തായാലും കൊള്ളാം, പൊളിയാണ് കേട്ടോ. ഇത് നമ്മളിന്ന് പിടിച്ച മീനാണ്. ഇതാണ് നമ്മുടെ ചേട്ടൻ. ഒരു ആയി പറഞ്ഞ ചേട്ടാ. അതിന് നമ്മൾ കിട്ടിയ ഐറ്റങ്ങളാണ് ഈ കിടക്കുന്നത്. 1, 2, 3 ഇത്ര ഐറ്റം നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ കയറുമ്പോഴത്തേക്ക് ഇത് വള്ളത്തിൽ വെട്ടതും കണ്ടാണ് കയറുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ എടുത്ത് നമ്മളങ്ങ് നൈസങ്ങ് വെള്ളത്തിലോട്ടങ്ങ് വിട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പാവം. മച്ചാമാരെ, നമ്മൾ ഇന്നത്തെ ഫിഷിംഗ് എന്തായാലും നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കിട്ടിയ വരാലെ ഒരു 3-4 കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം നമ്മളെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. എന്തായാലും ഇന്ന് കിട്ടിയതിലേക്ക് ഏറ്റവും വൈബും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടിലും നല്ലൊരു അറ്റ്മോസ്ഫിയർ എല്ലാം. അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇനി കിട്ടാൻ സാധ്യതയില്ല. അതുമാത്രമല്ല നല്ല കാറ്റുമുണ്ട്. വള്ളത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ഗൈസ്, സീ യു.